കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. നാം ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിൽ സർദീസ് സഭയോട് പറയുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നു, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഇവിടെ ആ സർദീസ് കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് സർദീസ് എന്ന വാക്കിന്റെ അർത്ഥം നവീകരണം എന്നാണ്. നവീകരണ കാലഘട്ടത്തെ അത് കാണിക്കുന്നതാണ്. AD 1500 ഈ കാലയളവ് ആരംഭിച്ചതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാപ്പാമതത്തിന്റെ ദുരുപദേശം അതിന്റെ അത്യുച്ചകോടിയിൽ നിന്നതായ സന്ദർഭത്തിൽ മാർട്ടിൻ ലൂതർ താൻ നടത്തിയ നവീകരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1517 ഒക്ടോബർ 31-ാം തീയതി ജർമ്മനിയിലുള്ള വിറ്റൻബർഗ് പള്ളിവാതുക്കൽ താൻ ഏതാണ്ട് 95 കൂട്ടം കാര്യങ്ങൾ എഴുതി. അന്ന് ഉണ്ടായിരുന്ന പല ദുരുപദേശങ്ങൾ അടങ്ങിയ 95 കൂട്ടം കാര്യങ്ങൾ എഴുതി അദ്ദേഹം ഈ ദൈവാലയത്തിന്റെ വാതുക്കൽ ഒട്ടിച്ചു വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിന്നത്തേതിൽ നോക്കുമ്പോൾ തന്നോട് വലിയ എതിർപ്പുണ്ടാവുകയും മറ്റുമൊക്കെ ചെയ്തെങ്കിലും ഒരു നവീകരണ കാലഘട്ടം ആരംഭിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പാപ്പാമതക്കാർ അടച്ചുവെച്ച വേദപുസ്തകം അത് തുറന്ന് വിശ്വാസികൾക്ക് കൂടി വായിക്കത്തക്ക വിധത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ പലർക്കും സത്യം ഗ്രഹിക്കുവാനായിട്ടുള്ളതായ ചില അവസരങ്ങൾ തുറന്നു ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. വിശ്വാസത്താലുള്ള നീതീകരണം സ്വീകരിക്കപ്പെട്ടു. പലരും ഈ ഇപ്രകാരമുള്ള വിഗ്രഹാരാധനയിൽ നിന്നും മറ്റും വ്യതിചലിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് അവരുടെ കണ്ണ് തുറക്കുവാനും അങ്ങനെ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് പ്രവേശിപ്പാനും മറ്റുമൊക്കെ ഇടയായി തീർന്നു. എങ്കിലും ഈ കാലഘട്ടവും അതിന്റെ പൂർണ്ണതയിലെത്തുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നത്തേതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാലഘട്ടവും ഏതാണ്ട് പല തുണ്ടുകളായി അഭിപ്രായ വ്യത്യാസങ്ങളും പിരിവുകളും ഒക്കെ സംഭവിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ പൂർണ്ണമായി ബലഹീനമായ രോഗം പിടിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിൽ തൊലിപ്പുറത്തു മാത്രം ചില ശസ്ത്രക്രിയകൾ ചെയ്ത് രക്ഷിക്കാൻ നോക്കുന്നു എന്നതുപോലെ ഹൃദയത്തിന്റെ അകത്ത് വേണ്ടതാകുന്ന നിലയിലുള്ളതാകുന്ന ഒരു രൂപാന്തരം നടക്കാതെ പോയതായ അനുഭവങ്ങൾ, ഒരു ശസ്ത്രക്രിയ നടക്കാതെ പോയ അനുഭവം ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആ സഭയെ നോക്കിക്കൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടായെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നത്. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും സഭ ലോകത്തോട് ഇടപഴകി മുൻപോട്ട് പോകുന്നു. ഉപദേശ സത്യങ്ങൾ പലതും ഇന്നും ഖനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല വേർപെട്ട സമൂഹങ്ങളിലും അതിനേക്കാൾ വളരെ ഗൗരവമായ നിലയിൽ ഉപദേശ സത്യങ്ങൾ ഖനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ ലോകത്തോട് ഇടപഴകിക്കൊണ്ട് സഭ പോകുന്ന അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ആ സർദീസ് കാലഘട്ടത്തെക്കാൾ അരിമനാഥൻ ഇന്ന് ദുഃഖിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അന്നും ഇന്നും കർത്താവിന് പറയുവാനുള്ളത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നീ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം എന്നുള്ളതാണ് കർത്താവിന് പറയുവാനായിട്ട് ഉള്ളത്. എങ്കിലും അവിടെ കുറച്ചു പേര് ഉപദേശ സത്യത്തിനു വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുന്ന അവരോട് പറയുവാനുണ്ടായിരുന്നത്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ
ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും എന്ന് ആ കർത്താവ് അരുളി ചെയ്യുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഇവിടെയും പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ആ ജയിക്കുന്നവർക്കുള്ളതായ അനുഗ്രഹം അവർ വെള്ള ധരിച്ചും കൊണ്ട്, അഥവാ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചും കൊണ്ട് അവർ കർത്താവിനോട് കൂടെ ചേർന്ന് വാഴുന്ന അനുഭവവും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ച് കളയാത്ത അനുഭവത്തെ കുറിച്ചും ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അനുഗ്രഹം. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ ജയിക്കുന്നവർക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങള് ഇവിടെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ, ജയിക്കുന്നവർക്കൊരു അനുഗ്രഹം നിത്യതയിൽ പലവിധമായ അനുഗ്രഹങ്ങളുണ്ട്. അത് നഷ്ടമായി പോകാതെ വണ്ണം വിശുദ്ധി കാത്ത് വേർപാട് കാത്ത് ഈ സർദീസ് കാലഘട്ടം പോലെ മുൻപോട്ട് സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായ നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറി